ഇന്നലെ ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ 2011 ഫെബ്രുവരി 1 സൗമ്യ എന്ന പെൺകുട്ടി അനുഭവിച്ച ആ ക്രൂരത നമ്മൾ ഒരിക്കൽ കൂടി വേദനയോടെ ഓർത്തു. എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ സൗമ്യ ആക്രമിക്കപ്പെട്ടത് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വെച്ചാണ്. ഇന്ന് 14 വർഷങ്ങൾക്കിപ്പുറവും ട്രെയിനിലെ സ്ത്രീകളുടെ സുരക്ഷ അതുപോലൊക്കെ തന്നെയാണ്. ഇന്നലെയും തിരുവനന്തപുരം സ്വദേശിയായ നിയമ വിദ്യാർത്ഥിക്ക് വേണാട് എക്സ്പ്രസിൽ വെച്ച് ദുരനുഭവമുണ്ടായി. അവിടെ പ്രതിസ്ഥാനത്ത് പക്ഷേ ഭിക്ഷക്കാരനോ മോഷ്ടാവോ ഒന്നുമല്ല, ഒരു സർക്കാർ ജീവനക്കാരൻ. സൗമ്യയുടെ കൊലപാതകത്തിന് ശേഷം എന്തൊക്കെയോ സ്ത്രീകൾക്കായി ചെയ്യുമെന്ന് പറഞ്ഞവരൊക്കെ ഇതുവരെ എന്ത് ചെയ്തു? ഇപ്പോഴും ട്രെയിൻ യാത്ര സ്ത്രീകൾക്കൊരു പേടി സ്വപ്നമാണോ? നമുക്കൊപ്പം സ്ഥിരം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ശ്രീമതി ഷിബി ജോമോൻ, ഒപ്പം ശ്രീമതി രമ്യ ആർ എന്നിവർ ചേരുന്നു. ഞാൻ ആദ്യം ശ്രീമതി രമ്യയിലേക്ക് പോവുകയാണ്. രമ്യ, ഈ പേടിപ്പിക്കുന്ന വാർത്തകൾ ഇങ്ങനെ നിരന്തരം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെയൊക്കെ ഏറ്റവും അധികം വേദനിപ്പിച്ചതും ചിന്തിപ്പിച്ചതും ഒക്കെ ഈ സൗമ്യ വധക്കേസാണ്. കാരണം 5 ദിവസത്തോളം ആ കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടന്ന് അനുഭവിച്ചതൊക്കെ നമുക്കറിയാം. അതിനുശേഷം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഗോവിന്ദചാമി ഇന്നലെ ജയിൽ ചാടിയപ്പോൾ ഒരുപാട് അമ്മമാർ ആ കാര്യങ്ങൾ ഒന്നുകൂടിയൊക്കെ ഓർത്തെടുത്തു. എൻ്റെ മകളും ട്രെയിനിൽ സ്ഥിരം പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും പോകുന്നവരാണല്ലോ എന്നൊക്കെ വീട്ടുകാർക്കടക്കം വലിയ ഭയമൊക്കെ ആശങ്കയൊക്കെ ഉണ്ടാക്കിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. പക്ഷേ ഇപ്പോഴും അതിനുശേഷം ഇന്നലെയും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിച്ചു. ഒരു സർക്കാർ ജീവനക്കാരൻ അറസ്റ്റിലായി. LLBക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതിനിരയായത്. എന്താണ് എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളെന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴും കുറവാണ്. ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പൊ ജനശതാബ്ദി അല്ലെങ്കിൽ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സെക്യൂർഡ് ആണ്. പക്ഷേ ഈ ഡെയിലി പാസഞ്ചേഴ്സ്, ഞങ്ങളെ പോലെയുള്ള ഡെയിലി പാസഞ്ചേഴ്സ് പോകുമ്പോഴത്തേക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു ട്രെയിനിൽ പൊതുവായിട്ട് 2 ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് മിഡിലായിട്ടും ഒന്ന് ബാക്കിലായിട്ടും. ഈ ബാക്കിൽ വരുന്ന ലേഡീസ് കമ്പാർട്ട്മെന്റ് വളരെ ചെറിയ ഒരു കമ്പാർട്ട്മെന്റ് ആണ്. കുറച്ചൊരു 10 പേർക്ക് പോലും ശരിക്കും ഇരിക്കാൻ പോലും പറ്റില്ല, അതുപോലത്തെ ആയിരിക്കും. അപ്പോൾ ഉള്ളതിൽ തിങ്ങി നിറഞ്ഞു നിന്ന് ചിലപ്പം ഫുട്ബോളിന്റെ അടുത്തൊക്കെ നിന്നിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ ഡെയിലി അല്ലാതെ വരുന്ന യാത്രക്കാര് ഉള്ള സ്ത്രീകൾ, ഇപ്പൊ ചിലപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് കയറുന്നവർ കാണും. അവർ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ ഫുട്ബോർഡിൽ നിന്ന് ഞങ്ങൾ പലപ്പോഴും പിടിച്ചു മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അറ്റത്ത് നിൽക്കരുത്. കാരണം അവർ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു യാത്ര ചെയ്യുന്നത്, ചിലപ്പോൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു യാത്ര ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ അലേർട്ട്, നമ്മളൊക്കെ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അടുത്ത നിമിഷം എന്തെങ്കിലും ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെയും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചേക്കാം എന്നുള്ള ഒരു അലേർട്ട് മനസ്സിലുള്ളവരാണ് നമ്മൾ. പക്ഷെ പെട്ടെന്നൊരു യാത്രയിലേക്ക് വരുന്നവർക്ക് അവർ ആ യാത്ര ചിലപ്പോൾ എൻജോയ് ചെയ്യുമായിരിക്കും, അല്ലാതെ ഒരിക്കലും അവർക്ക് അലേർട്ടായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരം ഈ ബാക്കിലുള്ള ആ ചെറിയ ലേഡീസിനകത്തൊന്നും ഒരിക്കലും ഒരു പോലീസുകാരന് ഒരിക്കലും കാണില്ല. ഈ മിഡിലിൽ പോലും രാത്രി സമയങ്ങളിലാണെങ്കിലും നമുക്ക് തോന്നുന്നു, രാത്രിയാണെങ്കിലും ഞങ്ങൾ ഈ വൈകുന്നേരം കയറുന്ന സമയത്താണെങ്കിലും, ഇപ്പം മിഡിലെ ലേഡീസിലാണെങ്കിലും ഇപ്പം കുറച്ചായിട്ട് ഞങ്ങൾ കുറച്ച് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും പുരുഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭ്രാന്തൻ അപ്പിയറൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ പേടിയാവും. ഇവര് വന്ന് പെട്ടെന്ന് ഇങ്ങ് കയറും. അപ്പം ലേഡീസ് നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും സ്ത്രീകൾ എല്ലാവരും കൂടെ ബഹളം വയ്ക്കും, ഇത് ലേഡീസ് ആണ് എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി പോവാറാണ് പതിവ്. ഈ സെയിം സാഹചര്യം തന്നെ ഇപ്പൊ വെളുപ്പാങ്കാലത്താണ് ആ ലേഡീസ് കമ്പാർട്ട്മെന്റ് എങ്കിൽ ആ ലേഡീസ് കമ്പാർട്ട്മെന്റ് മിക്കവാറും ഒഴിഞ്ഞു തന്നെ ആയിരിക്കും കാണുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരാള് വരുന്നതെങ്കിൽ ശരിക്കും അവിടെ ആരും കാണില്ല, 1-2 പേര്. ഈ സൗമ്യയുടെ കേസിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. ലേഡീസ് ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സേഫ് ആണെന്ന് വിചാരിച്ച് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഹെൽപ്പ് ലൈനിൽ പലപ്പോഴും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടാറില്ല. ഇനി ഇൻ കേസ് കിട്ടിയാലും അടുത്ത സ്റ്റേഷൻ വരെയും ചിലപ്പോൾ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ടൊരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു വുമൻ പോലീസ് ഓഫീസർ നമ്മൾ ഒരുപാട് കാലമായിട്ട് അത് പറയുന്നതാണ്. പക്ഷെ പലപ്പോഴും അത് ആ ഒരു അവൈലബിലിറ്റി ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഡെയിലി പോകുന്ന നമുക്ക് തന്നെ പലപ്പോഴും ഇത്തരം ഈ ലേഡീസ് ഇപ്പൊ ഏറ്റവും നമുക്കൊരു പേടിയായിട്ട് തോന്നിയിട്ടുള്ളത് നിലവിൽ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് പെട്ടെന്ന് ഈ ഭ്രാന്തൻ അപ്പിയറൻസിൽ വരുന്ന, ഇവർ ശരിക്കും ഭ്രാന്തനൊന്നും ആയിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോടുകൂടി കയറി വരുന്നവരായിരിക്കും. പക്ഷെ നമുക്കത് പറഞ്ഞ് പോലീസുകാരടുത്ത് പറയുമ്പോൾ അവർ ഇറക്കി വിടുക മാത്രമാണ് ചെയ്യുന്നത്. നാളെ ഇവര് ഇതുപോലെ തന്നെ കയറി വരും. പക്ഷെ ഇതിനൊരു പ്രോപ്പറായിട്ട് ഇവരൊരു ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ അവര്
കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ആക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഈ താങ്കൾ പറഞ്ഞതുപോലെ, രമ്യ പറഞ്ഞതുപോലെ, എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായാൽ തന്നെ നമുക്ക് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഒരു നിവൃത്തിയും ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു മാർഗവും ഇല്ല. കൂടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അന്ന് ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ പെട്ടെന്ന് ആള് ബഹളം വെക്കുന്ന കണ്ടപ്പോഴത്തേക്ക് കുറെ സ്ത്രീകൾ അങ്ങ് പേടിക്കുക ചെയ്തത്. അവർക്ക് പെട്ടെന്ന് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു കറേജ് പോലും ഇല്ല. ഈ എല്ലാവരും വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് തന്നെയാണ്. പക്ഷെ കൂടുതൽ ആൾക്കാരും അങ്ങ് പെട്ടെന്ന് അങ്ങ് പേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ സമയത്ത് ചിലരെ പേടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, അവർക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ചിലപ്പോൾ ശബ്ദം പോലും ചിലർക്ക് വരില്ല. ഒന്ന് ഉറക്ക വിളിക്കാനുള്ള സൗണ്ട് പോലെ അവർ പെട്ടെന്ന് അങ്ങ് അലേർട്ടായി പോകും. ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയിൽ. ഇത് ഒറ്റയ്ക്കാണെങ്കിലുള്ള അവസ്ഥയാണ് കൂടുതൽ ഭീകരം. ഇനി ഇതിലും പ്രശ്നമായിട്ട് വരുന്ന മെമുകളിൽ യാത്ര ചെയ്ത് നോക്കണം. ഈ ചെറിയ ചെറിയ സ്റ്റേഷൻ പൊതുവെ വിജനമായിട്ട് കിടക്കുന്നതായിരിക്കും ഈ മെമു പോകുന്ന സ്റ്റേഷനുകൾ എന്ന് പറഞ്ഞാൽ. ഒരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി 1-2 സ്റ്റോപ്പിനപ്പുറത്ത് ഈ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശമായിട്ട് വരുന്ന ഒരാൾക്ക് ഇറങ്ങിപ്പോവാം, അവർക്ക് വന്ന് കയറുകയും ചെയ്യാം. അപ്പൊ ഈ ലേഡീസ്, മെമുവിലുള്ള ലേഡീസ് എന്ന് പറയുന്ന ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോച്ചായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ചെറിയൊരു സ്റ്റേഷനിൽ നിന്ന് ഒരാൾ കയറി ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്, എന്തെങ്കിലും പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് പോവാനും, അതുപോലെ തന്നെ അല്ലാതെ തന്നെ ആണുങ്ങൾ കയറിയിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതൊന്ന് അറിയിക്കണമെങ്കിൽ ചിലപ്പം കോച്ചുകൾ തോറും നടന്നു നോക്കേണ്ടി വരും ഒരു പോലീസുകാരനെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. അല്ലാതെ ശരിക്കും ഇവരുടെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു അവൈലബിലിറ്റി നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. സത്യത്തിൽ അവരാണ് നടക്കേണ്ടത്. മെമുവിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അവരാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ രമ്യ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിരിക്കേണ്ടി വരും സുരക്ഷിതത്വം വേണമെങ്കിൽ. അങ്ങനെ ഞാൻ രമ്യയിലേക്ക് മടങ്ങി വരാം. ഞാനൊന്ന് ഷിബി ജോമോനിലേക്ക് കൂടി പോകുന്നു. ശ്രീമതി ഷിബി ജോമോൻ, ഈ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ ഒരു നോട്ടം ഭയന്ന്, അല്ലെങ്കിൽ ഈ തോണ്ടലും പിച്ചലും മാന്തലും ഒക്കെ ഭയന്നാണ് നമ്മളൊന്ന് ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ ഒരു ഉപയോഗം തന്നെ അത് തന്നെയാണ്, സ്ത്രീകളല്ലേ ഉള്ളൂ അതുകൊണ്ട് അത്രയും സേഫ് ആണെന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ ഏറ്റവും പേടി ഇപ്പോൾ തോന്നുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരുപാട് ലേഡീസ് ഉള്ള സമയത്ത് വലിയ പ്രശ്നമില്ല. പക്ഷേ പല ട്രെയിനുകളിലും, ഈ പാസഞ്ചർ ട്രെയിനിലാണെങ്കിലും മെമുവിലാണെങ്കിലും ഒക്കെ ലേഡീസ് കമ്പാർട്ട്മെന്റ് പലപ്പോഴും വിജനമായിരിക്കും. 1-2 സ്ത്രീകൾ അവിടെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ അതിനകത്ത് ആളുകളോ സെക്യൂരിറ്റിയോ ഒന്നും ഉണ്ടാകാറില്ല. എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടില്ല, എങ്കിലും എന്റെ സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവള് കുഞ്ഞുണ്ടായിരുന്നു, സ്ഥിരം യാത്ര ചെയ്യുന്ന ആളല്ല. കുഞ്ഞുമായിട്ട് ആലപ്പി ചെന്നൈ എക്സ്പ്രസ്സിൽ പോയപ്പോഴത്തേക്ക് അവൾക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുമായിട്ട് ഇറങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് ഇടിച്ചു തള്ളി ജെൻസ് എല്ലാരും കൂടി കയറിയേ ചെയ്തത്. അപ്പൊ അവള് നെക്സ്റ്റ് ടൈം പോയപ്പോഴത്തേക്ക് അവര് ബാക്കിൽ ഒരു ചെറിയൊരു ലേഡീസ് ആണെന്ന് ഓർത്തിട്ട് തെറ്റിദ്ധരിച്ചു കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് തെറ്റിദ്ധാരണമുള്ള ഇത് എന്താ, പിന്നെ ജെൻസ് കയറുന്ന കാരണം ഗാർഡിനോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഇതിൽ ലേഡീസ് ഇല്ല എന്നൊരു റിപ്ലൈ ആണ് അവിടുന്ന് കിട്ടിയത്. അപ്പൊ എല്ലാത്തിനും ലേഡീസ് കമ്പാർട്ട്മെന്റ് വേണം, അതുപോലെ തന്നെ സുരക്ഷിത എന്ന് വെച്ചാൽ ഇപ്പൊ രമ്യ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൈകുന്നേരത്തെ 6:25 പാസഞ്ചറിൽ ഞങ്ങള് ലേഡീസ് എല്ലാരും പോവും. പക്ഷെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഒരു പോലീസോ ആരും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരാനായിട്ട് അവിടെ ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ബൈ ചാൻസിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ലേഡീസിന് തന്നെ വന്നാൽ തന്നെ കിടന്ന് ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്താൽ പോലും ആരും ഉണ്ടാകത്തില്ല അവിടെ. നമുക്ക് ഇൻഫോം ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതുപോലെ ഞാൻ മാരാരിക്കുളത്ത് ഇറങ്ങുന്ന ആളാണ്. നമ്മൾ പോകുന്ന തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ ചെറിയ പെൺപിള്ളേരൊക്കെ ഒറ്റയ്ക്കിരിക്കും, അമ്പലപ്പുഴ കായംകുളം ഒക്കെ പോകുന്നത്. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഇവരോട് പറയും, നിങ്ങള് അടുത്ത ആലപ്പുഴ വരെ മേ ബി കുറച്ച് പേരൊക്കെ ഉണ്ടാവും, അത് കഴിയുമ്പോൾ നിങ്ങൾ വേറെ ലേഡീസ് കൂടുതലുള്ള കമ്പാർട്ട്മെന്റിലേക്ക് കയറിയിരിക്കണം എന്ന് പറയണം. പറഞ്ഞിട്ട് ഒരു അഡ്വൈസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കാര്യം വെച്ചാൽ നമുക്ക് ഇപ്പൊ സൗമ്യയുടെ പോലെ തന്നെ ആ ഒരു മെമ്മറിയാണ് എല്ലാവരുടെയും നമ്മുടെ മനസ്സിലെല്ലാം പോകുന്നത് ആ സൗമ്യയുടെ അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സുരക്ഷിത ഇല്ലാതെയാണ് നമ്മളിപ്പോ പാസഞ്ചറിലായാലും ഏത് ട്രെയിനിലായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അതെ തീർച്ചയായിട്ടും ഇതിനൊക്കെ പരിഹാരമുണ്ടാകുമെന്നും സൗമ്യ കൊലക്കേസ് വന്ന സമയത്തൊക്കെ വലിയ ചർച്ചകൾ നമ്മൾ ഇതുപോലെ സംഘടിപ്പിച്ചപ്പോൾ ഉടനെ തന്നെ നടപടി ഉണ്ടാകും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന്
വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി എന്നറിയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ് കാര്യങ്ങൾ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക്, സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് അതറിയാം. രമ്യ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഒരു പരിഹാരം എന്ന വണ്ണം ചില നമ്പറുകളൊക്കെ തരും. ആ നമ്പർ വിളിക്കുമ്പോഴാണ് ഇതിനേക്കാൾ കേമം. അതായത് അടുത്ത സ്റ്റേഷനിൽ അല്ലെങ്കിൽ തൊട്ട 2 സ്റ്റേഷൻ കഴിയുമ്പോൾ അവിടെ പോലീസ് ഉണ്ടാകും. പറയാൻ നമ്മൾ ബാക്കി ഉണ്ടാവണമല്ലോ. നമുക്കിത് പേടിച്ചിട്ടായിരിക്കും നമ്മൾ ആ നമ്പറിലേക്ക് വിളിക്കുന്നത്. ഒന്നുകിൽ അത് കിട്ടില്ല, കിട്ടി ആരെങ്കിലും എടുത്താൽ തന്നെ നമുക്ക് അവിടെ ആളില്ല, അതിൻ്റെ അടുത്ത സ്റ്റേഷനിൽ ആളുണ്ടാവും, അവിടെ ഇറങ്ങി ഒന്ന് പറഞ്ഞേക്കാൻ പറയും. ഇതായിരിക്കും മറുപടി. ഇതാണോ നമുക്ക് വേണ്ടത്? ഇതാണോ നമ്മൾ അർഹിക്കുന്നത്? അത് ശരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് വിജിലന്റ്. എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ മാത്രമല്ല, അല്ലാതെ തന്നെയും സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയിട്ട് പൊതുവായിട്ടൊരു വളരെ ഉദാസീനമായിട്ടൊരു നിലപാടാണ് സമൂഹത്തിൽ നിന്ന് പൊതുവെ ഉയരുന്നത്. അപ്പൊ നമ്മളത് എന്തെങ്കിലും ഒരു തരത്തിൽ അതൊരു സജഷനോ മറ്റോ ഒക്കെ ആയിട്ട് വെക്കുവാണെങ്കിലും അത് പലപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോവുകയാണ്. എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ മാത്രം അന്നേരം ഇതെല്ലാം ശരിയാവും, അതിനാരെങ്കിലും ബലിയാവണം കുറച്ച് ദിവസത്തേക്ക് മാത്രം. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നോർമൽ ആയിട്ട് തന്നെ ഇങ്ങനെ ഇത് പഴയ പോലെ 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർ അവരവരുടെ ജീവൻ കയ്യിൽ പിടിച്ച്, അവരവരുടെ സുരക്ഷ കയ്യിൽ പിടിച്ച്, ചിലപ്പോൾ നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മൾ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കയറുന്ന ഈ പ്ലാറ്റ്ഫോമിലൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഈ ടിക്കറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് ഇവരെങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിൽ, ഇപ്പം തിരുവനന്തപുരം സെൻട്രൽ പോലെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മെയിൻ ആയിട്ട് പോകുന്ന ഒരു ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാൾ വന്ന് കയറുക എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ പ്രോപ്പർ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതാണ് അയാൾ വന്ന് ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ലേഡീസിലേക്ക് അയാൾ കയറുന്നത്. അപ്പൊ അത് അത്രയും വലിയ വീഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരം യാത്രക്കാർ എന്നുള്ളതിനേക്കാളും ഈ വല്ലപ്പോഴും കൂടി യാത്ര ചെയ്യുന്നതില് ചിലപ്പോൾ ലോകം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ വരുന്ന ഒരു അമ്മയും കുഞ്ഞും ആയിരിക്കും ചിലപ്പം വന്ന് അപകടത്തിൽ പെടുന്നത്. അവർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ക്രൈം സീൻ പോലും ചിലപ്പോൾ ഇതിൽ ഭയങ്കര ഗുരുതരമായിട്ട് വരും. വേണ്ടത്ര CCTV ക്യാമറകളില്ല. ഇനി ക്യാമറകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വർക്കിംഗ് ആയിരിക്കത്തില്ല. അപ്പൊ ഇതൊന്നും റെഗുലർ ഇന്റർവെൽസിൽ ചെക്ക് ചെയ്ത് പോകുന്നില്ല എന്നുള്ളത് വൻ വീഴ്ച തന്നെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ വന്നൊരു സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്, അതൊരു മെയിൻ സ്റ്റേഷൻ അല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങുന്നതെങ്കിൽ ഞാൻ ഏറ്റവും ബാക്കിലുള്ള ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇറങ്ങുന്നത്. അപ്പൊ എനിക്കിങ്ങ് സ്റ്റേഷന്റെ കവാടം വരെ വരാനായിട്ട് ഒരു ദൂരം കാണും. അത് ഏകദേശം ഒരു ചെറിയ സ്റ്റേഷൻ ആണെങ്കിൽ ഇരുട്ടത്തൂടെ ആയിരിക്കും ഞാൻ നടന്നു വരുന്നത്. അപ്പൊ എന്റെ കൂടെ ചിലപ്പം ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആരും കാണത്തില്ല. അപ്പൊ നമ്മൾ ആ വിജനമായ, അതും കാടായിരിക്കും. നിങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബാക്ക് കൊണ്ടുപോയി നിർത്തുന്ന ഭാഗത്ത് നിന്ന് ഒരു സൈഡിൽ മുഴുവൻ കാടും ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇറങ്ങി നടന്നു വരുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അപകടങ്ങളെല്ലാം സംഭവിക്കാം. ഇപ്പൊ ഈ രീതിയിൽ അവിടെ ഒന്നും CCTV ക്യാമറകളോ അല്ലെങ്കിൽ വേണ്ട സ്ട്രീറ്റ് ലൈറ്റുകളോ ചിലപ്പോൾ അത് ഉണ്ടായിരിക്കും, ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സുരക്ഷിതമായ യാത്ര നമുക്കത് ഇനിയും അന്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലൊരു കാര്യമാണ് രമ്യ, ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പോലീസ് ഉണ്ടാകണമെന്നുള്ള ഒരു ചട്ടമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവധി ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. ശനി ഞായറും ഒന്നും അവരും ഉണ്ടാവില്ല. നമ്മൾ ഒരിടത്തും പോകാൻ പാടില്ല. ശനി ഞായറും പോയാൽ തന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറാനും പാടില്ല. ചോദിച്ചാൽ പറയും ഇന്ന് ശനിയാഴ്ചയല്ലേ അല്ലെങ്കിൽ ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് പോലീസ് ഇല്ല എന്ന് പറയും. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ശനിയാഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ വെളുപ്പാങ്കാലം സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുനിന്നോ നമ്മൾ വെളുപ്പിനായിരിക്കും ചിലപ്പം കയറേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒക്കെ ചിലപ്പോൾ വിജനമായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ ഒക്കെ ആകട്ടെ. പക്ഷെ അന്നേരം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കയറുമ്പോഴേ ആരും ഇല്ല. ചിലപ്പോൾ ഒരു ലേഡി കാണും, അവർ അടുത്ത ഒരു ചെറിയ സ്റ്റേഷനിൽ അവർ ഇറങ്ങി പോവുകയാണ്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. ഈ പറയുന്ന പോലെ ആരെ വിളിക്കും? പെട്ടെന്ന് ഈ ട്രെയിൻ മൂവ് ചെയ്ത്, നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുന്ന ചിലപ്പോൾ നോക്കുമായിരിക്കും, ആരും കയറിയില്ല. പക്ഷെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വന്ന് കയറിയാൽ അവിടെ നമ്മൾ ടോട്ടലി ഹെൽപ്ലെസ് ആണ്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ആ സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, അതായത് ലേഡീസ് കമ്പാർട്ട്മെന്റിന് കൂടുതൽ പരിഗണന കൊടുക്കത്തക്കണോ, അതുപോലെ തന്നെ പുറകിലത്തെ ഈ ലേഡീസ് കൂപ്പെ കുറച്ചും കൂടെ വലുതാക്കി കിട്ടുകയാണെങ്കിൽ കുറേയും കൂടെ സ്ത്രീ യാത്രക്കാർക്ക് അവർക്ക് ഈ ജനറലിൽ പോയി അവിടുത്തെ ശല്യങ്ങളും കാര്യങ്ങളും, ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ടീച്ചർ പറഞ്ഞതാണ്,
റിസർവേഷൻ, അതായത് തിരക്കുള്ള ദിവസങ്ങളിൽ, ഇപ്പൊ തിങ്കളാഴ്ച ദിവസം നമുക്കറിയാം നല്ല റഷ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ റിസർവ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും കുറെ പേരൊക്കെ, ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരൊക്കെ റിസർവ് ചെയ്തിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ സ്ഥിരം കാണുന്ന യാത്രക്കാരായിട്ടുള്ള പുരുഷന്മാരിൽ നിന്ന് പോലും ഇവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് റിസർവ് ചെയ്തു പോകുന്ന കമ്പാർട്ട്മെന്റുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. കാരണം അത്തരത്തിലുള്ള തുറിച്ചുനോട്ടങ്ങളോ അല്ലെങ്കിൽ പിന്നെ അല്ലാതുള്ള ശല്യങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് ഇന്ന് ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതെ അപ്പൊ അത് അതെ അതെ ശ്രീമതി ഷിബി ജോമോൻ, നമ്മൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഒരു വീട് മൊത്തം തലയിലെടുത്ത് വെച്ചായിരിക്കും രാവിലെ ജോലിക്ക് വരുന്നത്. അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും രാത്രിത്തെ ഫുഡ് എങ്ങനെ, നാളെ രാവിലെ എന്ത് കൊടുക്കും, ഭക്ഷണം കുട്ടികൾക്ക് എന്തുണ്ടാക്കും എന്നൊക്കെയുള്ള ടെൻഷൻ നമുക്കുണ്ടാവും. ഈ ആശങ്കയുടെ കൂടെയാണ് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഷിബി മാം എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, സ്ഥിരം പോകുന്നത്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എറണാകുളത്ത് നിന്ന് മാരാരിപ്പുറം വരെയാണ് എനിക്ക് പോകേണ്ടത്. മാരാരിപ്പുറത്ത് ധൻബാദിനാണ് ഞാൻ രാവിലെ വരുന്നത്. വൈകുന്നേരം 6:25 പാസഞ്ചറിന് പോകുന്നത്. അപ്പൊ ധൻബാദിലാണെങ്കിലും രമ്യ പറഞ്ഞ പോലെ നമ്മളിപ്പോ സ്ഥിരം ജോലിക്കാരാണ് കയറുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജനറലാണ് കയറിയിരിക്കുന്നത്. ഇത് ഈ സെയിം ഫീലിങ്സ് ഒക്കെ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്നവരാണ്, നമ്മൾ ഡെയിലി കാണുന്നവരാണെങ്കിൽ പോലും അവർ കയറി വരുമ്പോഴത്തേക്ക് ഈ തുറിച്ചു നോട്ടവും അല്ലാതെയുള്ള നമ്മൾ എന്ത് പറയുന്നത് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് തന്നെയാ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ തിരിച്ചൊന്നും പറയാറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ധൻബാദിലും നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇല്ല. ഞാൻ പറയുന്നത് ലേഡീസിന് കമ്പാർട്ട്മെന്റ് മാത്രം പോരാ, സുരക്ഷിതയാണ് ഏറ്റവും വലുത്. വെച്ചെന്നാല് ഇപ്പൊ നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ നോക്കാൻ കൂടി ഒരു ലേഡീസ് പോലീസോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. അത് ജെന്യൂനായ ഒരാളായിരിക്കണം. എന്ന് വെച്ചെന്നാൽ നമ്മളെ കെയർ ചെയ്യുന്ന, ഇപ്പൊ രമ്യ പറഞ്ഞ പോലെ തന്നെ ഒരു ഭ്രാന്തൻ, അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പാസഞ്ചറിൽ വൈകുന്നേരം ആയിരുന്നു. ഇതുപോലെ തന്നെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരാള് എന്തുകൊണ്ട് ലഹരിയും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. കയറി വന്നു, എല്ലാ ലേഡീസും ഇതുപോലെ പാനിക്കായി. പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ അതില് ചിലവര് നല്ല ബോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പോലീസിനെ അറിയിച്ചു. പക്ഷെ അവര് വന്നെങ്കിലും അയാളെ ഇറക്കി വിടുന്നതല്ലാതെ, അയാളെ ഓടിച്ച് വടിയെടുത്തിട്ട് ജസ്റ്റ് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുന്നതല്ലാതെ അയാൾക്ക് അതിന് മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പൊ ഈ കുഞ്ഞു പിള്ളേരുൾപ്പെടെ, എന്ന് വെച്ചാൽ +2 പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ ട്രെയിനിൽ മാതാപിതാക്കള് അങ്ങോട്ട് അവരെ ആക്കി വിടുവാണ്. ട്രെയിൻ യാത്ര സുരക്ഷിതയാണെന്ന് ഓർത്താണ് അവർ വിടുന്നത്. പക്ഷെ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ ഇത്രയും കേട്ടതിൽ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ പരിഹരിക്കണമെന്ന് എനിക്ക് തോന്നിയതും ശ്രീമതി രമ്യ, നമ്മുടെ ഈ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് പോലെയുള്ള വാട്സപ്പ് കൂട്ടായ്മകളാണ് എനിക്ക് തോന്നുന്നു അങ്ങ് മുകളിലുള്ള അധികാരികളെക്കാൾ പെട്ടെന്ന് ഇടപെടുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥിരം യാത്രക്കാരായിട്ടുള്ള, നേരത്തെ പറഞ്ഞ ഈ തുറിച്ചുനോട്ടക്കാർക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ ലിയോൺ സാറിനെ പോലെയൊക്കെയുള്ള ഫ്രണ്ട്സ് ഓൺ റെയിൽസിൻ്റെ ഒക്കെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അത് അവിടെ ഒന്ന് നിങ്ങൾക്ക് ഈ പരാതിയായിട്ട് തന്നെ, അതൊക്കെ നമ്മൾ വല്ലവൻ്റെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തവരുടെയൊക്കെ അല്ലെങ്കിൽ ഭ്രാന്തന്മാരുടെയൊക്കെ നോട്ടമൊക്കെ നമ്മൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. നമ്മുടെ ദുരവസ്ഥ അതാണ്. പക്ഷേ ഈ അറിയുന്നവരുടെ കയ്യിൽ നിന്നുള്ള ഇത് നമ്മൾ സഹിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതല്ലേ ശ്രീമതി രമ്യ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിരിക്കുമല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നത്. അത് അങ്ങനെ ഒരു ഇഷ്യൂ ആക്കിയതും, അതുപോലെ തന്നെ അതൊരു കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതും, അത് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതും ഒക്കെ അതൊരു വലിയ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഡെയിലി ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ പലപ്പോഴും പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 10 മണിയോട് അടുപ്പിച്ചായിരിക്കും ഈ ട്രെയിൻ തിരുവനന്തപുരം എത്തുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് ഈ കംപ്ലൈന്റിന്റെ പുറകിന് പോകാനുള്ള സമയമില്ല. കാരണം നമുക്ക് പഞ്ചിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓടിച്ചെന്ന് പഞ്ച് ചെയ്ത് നമ്മുടെ ജോലികളിലേക്ക് പോകാൻ പോകുമോ, അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം നമുക്ക് ലീവ് ആവും. അപ്പം അതിലേക്ക് പോകാതെ പലപ്പോഴും ഇത് എല്ലാവരും അങ്ങ് അവോയ്ഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അന്നേരം ഒന്ന് ചിലപ്പം തിരിഞ്ഞു നിന്ന് ബാഗ് വെച്ച് അടിക്കുന്ന അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു തവണ. കാരണം ഞാനിങ്ങനെ ഇറങ്ങാനായിട്ട് വന്നപ്പോൾ അതുവരെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ദേഹത്ത് വന്നു. ആദ്യം തൊട്ടു, ഞാൻ വിചാരിച്ചു അറിയാതെ തട്ടിയതായിരിക്കും. രണ്ടാമതും നല്ല രീതിയിൽ തൊട്ടപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലിരുന്ന ബാഗ് വെച്ച് ഞാൻ അടിച്ചിട്ട് ഞാൻ ഇറങ്ങി നിന്ന്, അയാൾ റെസ്പോണ്ട് ചെയ്തില്ല. അയാൾ അന്നേരം മാറി അങ്ങ് പോയി. അവിടെ നിന്ന് ആൾക്കാരെല്ലാം കണ്ടു, ഞാൻ അടിക്കുന്നതും കണ്ടു. പക്ഷെ ആരും തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. എനിക്ക് തിരിഞ്ഞിരിക്കാൻ നേരമില്ല, ഞാൻ പഞ്ച് ചെയ്യാനായിട്ട് ഓടുകയാണ് അന്നേരത്തേക്ക്.
പക്ഷെ പഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൊളീഗ്സിന്റെ അടുത്തെല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പക്ഷെ നമുക്ക് അന്നേരം പോയി അവരെ പിടിക്കാനോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനോ ഒന്നും ഉള്ള ആ ഒരു സാഹചര്യം അല്ല അതാണ് നമുക്ക്. അതാണ് അപ്പൊ അത് അങ്ങനെ ഒരു വിഷയം. കാരണം നമ്മൾ ഈ അറിയാലോ നൂലി പിടിച്ച പോലെ ആയിരിക്കും തീർച്ചയായിട്ടും. അതാണ് ഞാൻ യാത്ര നേരത്തെ പറഞ്ഞത്. നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്ന ആ യാത്രക്കിടയിൽ എന്തൊക്കെ പ്ലാനിങ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ രമ്യ പറഞ്ഞതുപോലെ, ഷിബി പറഞ്ഞതുപോലെ, നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ചെറിയ കുട്ടികളോട് തന്നെ പറഞ്ഞ് ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് അത്ര സേഫ് അല്ല നമ്മൾ എന്ന് തന്നെ അവരെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. എന്തായാലും ഈ ചർച്ച ഒരു അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല എന്നറിയാം. നമുക്ക് വീണ്ടും കാണണം. ഈ പറഞ്ഞ മാന്യന്മാരുടെയൊക്കെ പേരുകൾ എനിക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അങ്ങ് പുറത്തു വിടണം. അപ്പോൾ ഈ ശല്യം ചെയ്യലൊക്കെ കുറച്ചങ്ങ് കുറയുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള അധികാരികൾ ഇത് കേൾക്കുമെന്ന് കരുതുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീമതി ഷിബി ജോമോനൊപ്പം ശ്രീമതി രമ്യ ആർ ഞങ്ങളോട് പ്രതികരിച്ചത്. താങ്ക് യു സോ മച്ച്. ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.